അസ്സലാമു അലൈക്കും. ഒരു സംശയമാണ്. വേറെ ഉസ്താദിൽ നിന്ന് കേൾക്കാൻ ഇടയായതാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടായതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു പ്രഭാഷണം നടക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകളെ ഉസ്താദ് കാണുന്നില്ല. കാണാത്തൊരു മറയോട് കൂടെയാണ് സ്ത്രീകൾ ഇരിക്കുന്നത്. അപ്പോൾ സലാം ഉസ്താദ് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മടക്കാം എന്നാണ് കേൾക്കാൻ ഇടയായത്. അപ്പോൾ ഒരു കൂട്ടം സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കത് മടക്കാം എന്നാണ് കേൾക്കാൻ ഇടയായത്. അതുപോലെ ഫോണിലൂടെ സംസാരിക്കുമ്പോഴും കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഫോണ് വിളിക്കുമ്പോൾ യാതൊരു ദുരുപയോഗം ഇല്ല. അപ്പോൾ അങ്ങനെ സലാം പറഞ്ഞാൽ മടക്കാം എന്നുള്ളതാണ് കേൾക്കാൻ ഇടയായത്. ഇത് ഒന്ന് ശരിയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം നടത്തുന്ന മുസ്ലിയാർ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു കൂട്ടമുണ്ടാകുന്ന സാധാരണ പരിപാടികളിൽ എല്ലാവരെയും ഉദ്ദേശിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറയുന്നു. എല്ലാവരും അത് മടക്കുന്നു. അതിൽ സ്ത്രീകൾക്കും മടക്കാം, യാതൊരു തെറ്റും ഇല്ല. ഇനി സ്ത്രീകൾക്ക് മാത്രമുള്ള ക്ലാസ് ആണെങ്കിലും ആ സ്ത്രീകളെ ഒന്നടങ്കം ഉദ്ദേശിച്ചുകൊണ്ട് പുരുഷൻ അഥവാ ഈ മുസ്ലിയാർ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നു. താങ്കൾ പറയുന്നത് പോലെ തീരെ കാണാത്ത ആ അവസരത്തിൽ സലാം പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആ സലാം പറയലും മടക്കലും എല്ലാം പ്രതിഫലാർഹമാണ്. നേരെ മറിച്ച് ആളെ കാണുന്നില്ലെങ്കിൽ പോലും ഒരന്യ പെണ്ണിനോട് ഒരു ആണ് ഫോണിലൂടെ ആണെങ്കിൽ പോലും സലാം പറയൽ അതത്ര നല്ലതായ കാര്യമായി നമുക്ക് കാണാൻ പറ്റില്ല. വ്യത്യാസമുണ്ട്. പറഞ്ഞപ്പോൾ പറയുന്നു, ഈ സലാം പറയുമ്പോൾ തന്നെ പ്രസംഗങ്ങളിലൊക്കെ ആദ്യമായിട്ടാണ് സലാം പറയേണ്ടത്. വർത്താനം പറഞ്ഞ് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ദുആയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉദ്ഘാടകരെ, എന്നിട്ട് ആൾക്കാരൊക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നൊരു പ്രവണത ഉണ്ട്. അതാണ് നിർത്തേണ്ടത്. ആ സലാമിന് യാതൊരു അർത്ഥവും ഇല്ല.